Hi all, welcome to a new video of functional application of management. Today I'm going to discuss the basic topics under financial management. നമ്മളെല്ലാവരും മണി എന്നുള്ള ടേം കേട്ട ആൾക്കാരാണ്. മണി ടച്ചസ് എവറിത്തിങ് വി ഡു. നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിലും അതിൽ മണി ഉണ്ട്. മണി ഈസ് ബിഹൈൻഡ് മോസ്റ്റ് എവറിത്തിങ് വി സീ ഈച്ച് ഡേ. We don't physically observe the money behind a building or a new car or a house. ഇതിലൊന്നും നമുക്ക് എന്താ പറയാ മണിയെ കാണാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ ഇറ്റ് ഈസ് ദെയർ. അതവിടെ ഉണ്ട് അല്ലേ? ഇതൊക്കെ കൺസ്ട്രക്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരുപാട് പണം നമ്മൾ ചെലവാക്കിയിട്ടുണ്ട്. We cannot imagine a world without money. നമുക്ക് സാധന സേവനങ്ങളൊക്കെ കിട്ടാനും ഒക്കെ ആയിട്ട് മണി ആവശ്യമാണ്. മണി ഈസ് വാട്ട് മണി ഡസ്. മണി എന്താണോ പണം എന്താണോ ചെയ്യുന്നത് അതിനെയാണ് പണം എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. മണി എഫക്ട്സ് അവർ ലൈഫ്സ് ഇൻ മെനി വേസ്. വി ഏൺ ഇറ്റ്, സ്പെൻഡ് ഇറ്റ്, സേവ് ഇറ്റ് ആൻഡ് ഇൻവെസ്റ്റ് ഇറ്റ്. നമ്മൾ എന്ത് ചെയ്യുന്നു? പണം ഏൺ ചെയ്യുന്നുണ്ട്, സ്പെൻഡ് ചെയ്യുന്നുണ്ട്, സേവ് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. വെരി ഓഫൺ വി വിഷ് ടു ഹാവ് മോർ ഓഫ് ഇറ്റ്. Like other sources, money is also limited. Hence, it is necessary to make intelligent use of our money. അതുകൊണ്ട് തന്നെ പണം എന്ന് പറയുന്നത് ഇന്റലിജന്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു റിസോഴ്സ് ആണ്. This means that money should be managed properly. എന്ന് വെച്ച് കഴിഞ്ഞാൽ മണി എന്ത് ചെയ്യണം? പണം നമ്മൾ കൃത്യമായി മാനേജ് ചെയ്യണം. അത് ഇന്റലിജന്റ് ആയിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. മാനേജ്മെന്റ് ഓഫ് മണി ഈസ് കോൾഡ് ഫിനാൻസ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും മാനേജ്മെന്റ് ഓഫ് മണി ഈസ് കോൾഡ് ഫിനാൻസ്. അതിനെയാണ് ഫിനാൻസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഫിനാൻസിന്റെ ടേം പറഞ്ഞത്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ടു വേർഡ്സ് ആണ്, ഫിനാൻസും മാനേജ്മെന്റും. അപ്പൊ അതിൽ ഫിനാൻസിലേക്ക് വരുന്ന വഴിയാണ് ഈ മണി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. സോ നമുക്ക് പറയാൻ വേണ്ടി പറ്റും മാനേജ്മെന്റ് ഓഫ് എ മണി ഈസ് കോൾഡ് ഫിനാൻസ്. എവറി എന്റർപ്രൈസസ്, അത് വലുതായാലും ചെറുതായാലും മീഡിയം സൈസ് ആയാലും ഒക്കെ നീഡ്സ് ഫിനാൻസ് ടു ക്യാരി ഓൺ ഇറ്റ്സ് ഓപ്പറേഷൻ ആൻഡ് ടു അച്ചീവ് ഇറ്റ്സ് ഗോൾസ്. അവരുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ബിസിനസ് ഓപ്പറേഷൻസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ഫിനാൻസ് ആവശ്യമാണ്. ഫിനാൻസ് ഈസ് ക്വൈറ്റ് എസെൻഷ്യൽ ഫോർ സ്റ്റാർട്ടിങ് ആൻഡ് ഓപ്പറേറ്റിംഗ് എ ബിസിനസ് എന്റർപ്രൈസസ്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും അത് ഓപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകാനും അവിടെ ഫിനാൻസ് അത്യാവശ്യമാണ്. Then it is rightly described as the life blood of business. അതുകൊണ്ട് തന്നെ ഫിനാൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത് ഫിനാൻസ് ഇസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ്. ബിസിനസിന്റെ ലൈഫ് ബ്ലഡ് ആണ് ഫിനാൻസ് എന്നാണ് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും അത് റൺ ചെയ്ത് കൊണ്ടുപോകാനും ഒക്കെ ആയിട്ട് ഫിനാൻസ് ആവശ്യമാണ്. അതുകൊണ്ടാണ് ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ് എന്ന് ഫിനാൻസിനെ പറയുന്നത്. ഇറ്റ് ഈസ് ദ സോൾ ഓഫ് ഓൾ ഇക്കണോമിക് ആക്ടിവിറ്റീസ്. Then let's see what is the meaning and definition of business finance. Business finance is also known as finance function. Under this category we define or we discuss the term, its meaning, definition and functions of finance. Okay, let's start. The word finance comes from an old French word fine. It means to pay, സെറ്റിൽ ഓർ ഫിനിഷ്. ഫ്രഞ്ച് വേർഡിൽ നിന്നാണ് ഫിനാൻസ് എന്നുള്ള ടേം ഉത്ഭവിച്ചിട്ടുള്ളത്. അതിന്റെ മീനിങ് പേ ചെയ്യുക, സെറ്റിൽ ചെയ്യുക, അല്ലെങ്കിൽ ഫിനിഷ് ചെയ്യുക എന്നൊക്കെയാണ്. Then according to Oxford Dictionary, the word finance means management of money. മാനേജ്മെന്റ് ഓഫ് മണി എന്നാണ് ഫിനാൻസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. According to Encyclopedia Britannica, finance is defined as the act of providing means of payment. Finance is the art and science of handling money. പണം ഹാൻഡിൽ ചെയ്യുന്നതിന്റെ ഒരു ശാസ്ത്രം ആണ് അല്ലെങ്കിൽ ഒരു കലയാണ് ഫിനാൻസ് എന്നാണ് ഫിനാൻസിനെ ഡിഫൈൻ ചെയ്യുന്നത്. It is the management of flow of money through an organization. ഒരു ഓർഗനൈസേഷൻ അകത്തുള്ള പണത്തിന്റെ ഒഴുക്കിനെയാണ് അതിന്റെ ആ ഒരു ഒഴുക്കിന്റെ എന്താ പറയാ മാനേജ്മെന്റിനെയാണ് എന്ത് പറയുന്നത്? ഫിനാൻസ് എന്ന് പറയുന്നത്. In other words, finance consisting of raising, providing,
managing of all the money, capital, fund of any kind to be used in connection with business. So we can define the term business finance, that is, business finance simply refers to management of the money, management of the monetary affairs of business enterprises. Business finance define ചെയ്തിരിക്കുന്നത് management of the monetary affairs of a business enterprises. ബിസിനസിന്റെ അകത്തുള്ള പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഫയേഴ്സിന്റെ മാനേജ്മെന്റിനെയാണ് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എക്വയറിംഗ് മണി, പണം എക്വയർ ചെയ്യുന്നത്, then using money and distributing money. ഇവിടെ ഒരു acquiring കൂടിയുണ്ട്. It is the process of acquiring money, using money and distributing money by a business enterprises. അതായത് പണം acquire ചെയ്യുകയും അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും അത് പിന്നെയോ ഈ പ്രോഫിറ്റിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയുമാണ് എന്ത് പറയുന്നത്, ബിസിനസ് ഫിനാൻസ് എന്ന് സിമ്പിൾ ആയിട്ട് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് യൂസിങ് മണി ടു മേക്ക് മോർ മണി. കൂടുതൽ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള പണത്തിന് യൂസ് ചെയ്യുന്നതിനെയാണ് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഹൗവർ an organization can make more money only when money is properly managed. കയ്യിലുള്ള പണം കൃത്യമായി മാനേജ് ചെയ്താൽ മാത്രമേ കൂടുതൽ പണം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. സോ ഇൻ ഷോർട്ട്, ഫിനാൻസ് ഓർ ഫിനാൻസ് ഫംഗ്ഷൻ ഓർ ബിസിനസ് ഫിനാൻസ് മീൻസ് funds required for operating business. Funds required for operating business. Business operate ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള പണത്തിന് നമുക്ക് സിമ്പിൾ ആയിട്ട് ബിസിനസ് ഫിനാൻസ് എന്നോ ഫിനാൻസ് ഫംഗ്ഷൻ എന്നോ ഒക്കെ പറയാം. So different writers have defined the term business finance or finance function differently. പല ഓതേഴ്സും പല തരത്തിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ ബേസിസിൽ these definition may be grouped into mainly 3 categories. They are first approach, second approach and third approach. First approach. According to first approach, the finance function is a business, the finance function in a business may be defined as task of providing funds needed by the enterprises on the most favorable terms. First approach പ്രകാരം ബിസിനസ് ഫിനാൻസിനെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എക്വയറിംഗ് മണിയാണ്, അല്ലെങ്കിൽ പ്രൊക്യൂർമെന്റ് ഓഫ് മണിയാണ്, അല്ലെങ്കിൽ പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ടാണ്, റേസിംഗ് ഓഫ് ഫണ്ടാണ് ഫസ്റ്റ് അപ്രോച്ച് പ്രകാരം ബിസിനസ് ഫിനാൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then this approach is concerned with only procurement of fund. Hence, it is a narrow approach. Then let's move on to the second approach. According to second approach, finance is concerned with the cash. ഇവിടെ cash ആണ് ബിസിനസ് ഫിനാൻസ്. അതിനെ ആ ഒരു രീതിയിലാണ് സെക്കൻഡ് അപ്രോച്ച് ബിസിനസ് ഫിനാൻസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഫിനാൻസ് ഫംഗ്ഷൻ is related to everything that takes place in the conduct of business. ആ ബിസിനസ്സിൽ പണം അല്ലെങ്കിൽ ക്യാഷ് എന്താണോ ചെയ്യുന്നത് അതാണ് ബിസിനസ് ഫിനാൻസ് എന്നാണ് സെക്കൻഡ് അപ്രോച്ചിൽ പറയുന്നത്. അതായത് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത് ബിസിനസ് ഫേംസിൽ ക്യാഷ് എന്താണോ ചെയ്യുന്നത് അതാണ്, അല്ലെങ്കിൽ ക്യാഷിന് തുല്യമാണ്, ക്യാഷ് ആണ് ബിസിനസ് ഫിനാൻസ് എന്നാണ് ഈ ഒരു രീതി, ഈ ഒരു അപ്രോച്ചിൽ അർത്ഥമാക്കുന്നത്. The term finance can be defined as the management of the flow of money through an organization. Organization അകത്തുള്ള പണത്തിന്റെ ഒഴുക്ക്, അതിന്റെ മാനേജ്മെന്റിനെയാണ് സെക്കൻഡ് അപ്രോച്ചിൽ ഫിനാൻസ് ഫംഗ്ഷൻ കൊണ്ട് അല്ലെ ബിസിനസ് ഫിനാൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. Let's move on to the third approach. This is the modern approach and it is the most acceptable one. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അപ്രോച്ച് ഈ ഒരു അപ്രോച്ച് ആണ്. അക്കോർഡിംഗ് ടു ദിസ് അപ്രോച്ച്, ഫിനാൻസ് ഫംഗ്ഷൻ ഓർ ബിസിനസ് ഫിനാൻസ് ഇസ് കൺസേൺഡ് വിത്ത് പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട്സ് ആൻഡ് ദിയർ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഇൻ ദ
ബിസിനസ്. അതായത് ഫസ്റ്റ് അപ്രോച്ചിൽ പ്രൊക്യൂർമെന്റ് പറഞ്ഞു, സെക്കൻഡ് അപ്രോച്ചിൽ അത് ക്യാഷിന് തുല്യമാണെന്ന് പറഞ്ഞു. അവിടെ ഈ രണ്ട് അപ്രോച്ചും അത്ര എന്താ പറയാ കാര്യമായിട്ട് യൂസ് ചെയ്യുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഫിനാൻസ് എന്ന് പറയുന്നത് എവിടെന്നെങ്കിലും പ്രൊക്യൂർ ചെയ്യലും മാത്രമല്ല അല്ലെ, അതിന്റെ ഇഫക്റ്റീവ് ആയിട്ടുള്ള യൂട്ടിലൈസേഷൻ കൂടി അവിടെ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്തരം ഒരു ഡെഫിനേഷൻ തരുന്നത് തേർഡ് അപ്രോച്ച് ആണ്. തേർഡ് അപ്രോച്ച് പ്രകാരം പറയുന്നത് ബിസിനസ് ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട് മാത്രമല്ല, അതിന്റെ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ കൂടിയാണ് എന്ന് പറയുന്നതാണ് ഇത്. The modern scholars defines or believes in this approach. ഡിഫറെന്റ് സ്കോളേഴ്സ് അല്ലെങ്കിൽ കൂടുതലായിട്ടും ഓതേഴ്സ് ഒക്കെ ഡിഫൈൻ ചെയ്യുന്ന ടേം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത് തേർഡ് അപ്രോച്ച് പ്രകാരമുള്ള ബിസിനസ് ഫിനാൻസിന്റെ ഡെഫിനിഷൻ ആണ്. According to them, the finance function covers not only the raising of funds but also their effective utilization. Effective utilization കൂടി അവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട് പ്രൊക്യൂർമെന്റിന്റെ കൂടെ തന്നെ. അതാണ് ഈ ഒരു അപ്രോച്ച് പ്രകാരം പറയുന്നത്. This approach is related with the financial decision making. That is, the financial manager should consider the alternative uses and sources of fund. എങ്ങനെ യൂസ് ചെയ്യാം, എവിടെ നിന്നൊക്കെ ഏതൊക്കെ സോഴ്സസിൽ നിന്ന് എക്യൂർ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിഫറെന്റ് ഓൾട്ടർനേറ്റീവ്സിനെ കുറിച്ചിട്ട് അവിടുത്തെ ഫിനാൻഷ്യൽ മാനേജേഴ്സ് അറിവുള്ളവരായിരിക്കണം എന്ന ഒരു കൺസെപ്റ്റ് ആണ് ഈ തേർഡ് അപ്രോച്ച് പ്രകാരം പറയുന്നത്. അതായത് അതിന്റെ സോഴ്സസും യൂസസും ഇമ്പോർട്ടന്റ് ആണ്, പ്രൊക്യൂർമെന്റും യൂട്ടിലൈസേഷനും ഇമ്പോർട്ടന്റ് ആണ്. രണ്ട് ആസ്പെക്റ്റിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ഈ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, it's all about today. Thank you.